UPSC എക്സാമിലെ പ്രിലിംസ് എക്സാമിന് ശേഷമുള്ള മെയിൻസ് എക്സാം യൂണിവേഴ്സിറ്റി എക്സാം പോലെ തന്നെ ഒരു റിട്ടൺ എക്സാം ആണ്. പലരുടെയും ഉള്ളിലുള്ള ഒരു സംശയം ഇതാണ്, യൂണിവേഴ്സിറ്റി എക്സാം പോലെ തന്നെയാണോ UPSCയുടെ മെയിൻസ് എക്സാം? നമ്മൾ ഇത് രണ്ട് എക്സാംസും എടുത്തു നോക്കുമ്പോൾ ഈ രണ്ട് എക്സാംസും തമ്മിൽ പല സിമിലാരിറ്റീസും ഉണ്ട്, അതുപോലെ തന്നെ ഡിഫറൻസസും ഉണ്ട്. സിമിലാരിറ്റീസ് പറയുകയാണെങ്കിൽ ഒന്ന്, രണ്ടും റിട്ടൺ എക്സാംസ് ആണ്. സെക്കൻഡ് തിങ്, രണ്ടിലും ഒരു നിശ്ചിത നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് വരിക. മൂന്നാമത്തേതായി ഓരോ ക്വസ്റ്റ്യനും നിശ്ചിത മാർക്കാണുള്ളത്. അവസാനമായി പറയുകയാണെങ്കിൽ ഈ രണ്ട് പരീക്ഷകളിലും പേപ്പർ നോക്കുന്നത് ഒരാളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ എക്സാം സബ്ജക്റ്റീവ് ആണ് എന്ന് പറയാം. അതായത് ഒരു മെഷീനറിയുടെ സഹായത്തോടു കൂടെയോ ഈ OMR പോലുള്ള മെഷീൻസ് ഒന്നും ഉപയോഗിച്ചിട്ടല്ല ഇതിൻ്റെ ആൻസർ ചെക്ക് ചെയ്യുന്നത്. ഓരോ അധ്യാപകരാണ് അത് ചെക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് അത് സബ്ജക്റ്റീവായി മാറുന്നു. ഇതാണ് ഈ രണ്ട് എക്സാംസും തമ്മിലുള്ള ഒരു സാമ്യം എന്ന് പറയുന്നത്. UPSC മെയിൻസ് എക്സാമും അതുപോലെ യൂണിവേഴ്സിറ്റി എക്സാമും തമ്മിലുള്ള ഡിഫറൻസസ് നോക്കുകയാണെങ്കിൽ യൂണിവേഴ്സിറ്റി എക്സാമിലെ ചോദ്യങ്ങളും UPSC മെയിൻസിലെ ചോദ്യങ്ങളും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്. യൂണിവേഴ്സിറ്റി എക്സാമിലെ ക്വസ്റ്റ്യൻസ് മിക്കതും ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആണ്. എസ്പെഷ്യലി ക്വസ്റ്റ്യൻ രീതി നോക്കുകയാണെങ്കിൽ അതിൽ വാട്ട്, വൈ, ഹൗ എന്നിങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് വരിക. പക്ഷേ UPSC എക്സാമിനേഷനിലെ ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ അനലിറ്റിക്കൽ ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അതായത് പൊതുവെ ഇവാലുവേറ്റ്, ഡിസ്കസ് അല്ലെങ്കിൽ ഒപ്പീനിയൻ മേക്കിംഗ് പോലുള്ള ക്വസ്റ്റ്യൻസ് ആണ് അവിടെ ചോദിക്കുക. എന്നോർത്ത് തീർത്തും അനലിറ്റിക്കൽ ക്വസ്റ്റ്യൻസ് ആണെന്നല്ല, അതിലും ഫാക്ച്വൽ ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. പക്ഷെ കൂടുതൽ മുൻതൂക്കം അനലിറ്റിക്കൽ ക്വസ്റ്റ്യന് ആണ്. ഇനി യൂണിവേഴ്സിറ്റി എക്സാമിൻ്റെ കേസ് എടുത്തു കഴിഞ്ഞാൽ അവിടെ ഒരു സിംഗിൾ സബ്ജക്റ്റ് ആണ് ഒരു പേപ്പറിൽ ചോദിക്കുക. ഇപ്പോൾ എക്സാമ്പിൾ ജോഗ്രഫി ആണെങ്കിൽ ജോഗ്രഫി എന്ന സബ്ജക്റ്റ് മാത്രമാണ് അവിടെ ഒരു ദിവസത്തെ പരീക്ഷയ്ക്ക് വരുന്നത്. പക്ഷേ UPSC മെയിൻസിൽ അങ്ങനെയല്ല. UPSC മെയിൻസിൽ ഇപ്പോൾ നമ്മൾ ജനറൽ സ്റ്റഡീസ് പേപ്പർ 1 എടുക്കുകയാണെങ്കിൽ അതിൽ ഒന്നിലധികം സബ്ജക്ട്സ് ഉള്ളതായിട്ട് കാണാൻ പറ്റും. ഹിസ്റ്ററി, ജോഗ്രഫി, സൊസൈറ്റി, ഇത്രയും സബ്ജക്റ്റുകൾ ചേർത്തിട്ടാണ് GS1ൻ്റെ പേപ്പറിൽ ക്വസ്റ്റ്യൻസ് വരുന്നത്. അതാണ് രണ്ടാമത്തെ മേജർ വ്യത്യാസം. ഇനി മാർക്കിൻ്റെ കേസ് എടുത്ത് നോക്കുകയാണെങ്കിൽ നമ്മൾക്ക് യൂണിവേഴ്സിറ്റി എക്സാം പാസ്സാവണമെങ്കിൽ ഒരു നിശ്ചിത പെർസെൻറ്റേജ് ഓഫ് മാർക്ക് മതി. ചില യൂണിവേഴ്സിറ്റികളിൽ ചില പർട്ടിക്കുലർ സ്ട്രീമിൽ നമുക്ക് 50% മാർക്കായിരിക്കും പാസ്സാവാനായിട്ട് വേണ്ടത്. പക്ഷേ UPSC മെയിൻസ് പാസ്സാവുന്നത് ഇതൊരു കോമ്പറ്റീറ്റീവ് എക്സാം ആയതുകൊണ്ട് തന്നെ ഒരു നിശ്ചിത പെർസെൻറ്റേജ് ഓഫ് മാർക്കിൻ്റെ അടിസ്ഥാനത്തിലല്ല. അതായത് ഏറ്റവും മുകളിൽ അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ മാർക്ക് മേടിക്കുന്ന ആൾക്കാരാണ് പേഴ്സണാലിറ്റി ടെസ്റ്റിന് വേണ്ടി സെലക്റ്റഡ് ആവുന്നത്. ഒരു പേപ്പറിൽ തന്നെ ഞാൻ പറഞ്ഞ പോലെ ഒന്നിലധികം സബ്ജക്ട്സ് വരുന്നു എന്നത് മാത്രമല്ല, ക്വസ്റ്റ്യനും അതുപോലെ തന്നെയാണ്. പലപ്പോഴും ക്വസ്റ്റ്യൻസ് രണ്ട് സബ്ജക്റ്റിനെ ക്ലബ് ചെയ്തിട്ട് ചോദിക്കാം. ഇപ്പോൾ ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. എങ്ങനെയാണ് ഇന്ത്യൻ ജോഗ്രഫി ഇന്ത്യൻ കൾച്ചറിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്? ഒരു മെയിൻസ് ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ രണ്ട് സബ്ജക്ട്സ് ഉണ്ട്. ഒന്ന് ജോഗ്രഫി എന്ന സബ്ജക്റ്റ്, അപ്പോൾ അവിടെ ഇന്ത്യൻ ജോഗ്രഫിയെ കുറിച്ച് പറയണം. രണ്ടാമത്തെ പാർട്ട് എന്ന് പറയുന്നത് ഇന്ത്യൻ കൾച്ചറാണ്. അത് ആർട്ട് ആൻഡ് കൾച്ചർ എന്ന് പറയുന്ന സബ്ജക്റ്റിൽ നിന്നുള്ളതാണ്. അപ്പോൾ ഈ രണ്ട് സബ്ജക്റ്റ് ക്ലബ് ചെയ്തിട്ട് അവിടെ ക്വസ്റ്റ്യൻ ചോദിക്കുന്നതാണ്. യൂണിവേഴ്സിറ്റി എക്സാമിൽ നമുക്ക് പൊതുവെ പേപ്പർ എഴുതി തീർക്കാനുള്ള ഒരു സമയം ലഭ്യമാണ്. പക്ഷേ UPSC മെയിൻസ് എക്സാമിനെ കുറിച്ച് പറയുമ്പോൾ അവിടെ ടൈം കൺസ്ട്രെയിൻ ഉണ്ട്. എസ്പെഷ്യലി പറയുകയാണെങ്കിൽ ഒരു 7 മിനിറ്റ്സ് അല്ലെങ്കിൽ 8 മിനിറ്റ്സിൽ നമുക്ക് ഏകദേശം ഒരു 150 വേർഡ്സോളം എഴുതി തീർക്കേണ്ടതായിട്ട് വരും. ഈ ഒരു സമയത്തിനുള്ളിൽ തന്നെ നമ്മൾ ആൻസർ പ്ലാൻ ചെയ്യുകയും അതിൻ്റെ പ്രസൻറ്റേഷൻ പ്ലാൻ ചെയ്യുകയും അത് എഴുതി ആ പേപ്പറിൽ കൺവിൻസ് ചെയ്യുകയും ചെയ്യണം. ഇനി വേറൊരു കാര്യം എന്ന് പറയുന്നത്, യൂണിവേഴ്സിറ്റി പേപ്പറിൽ ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആയതുകൊണ്ട് തന്നെ നമ്മൾ പഠിച്ച കാര്യങ്ങൾ അങ്ങനെ തന്നെ എഴുതി വെച്ചാൽ മതി. പക്ഷേ UPSC പേപ്പറിലോട്ട് വരുമ്പോൾ അവിടെ നമ്മുടെ ഫാക്ച്വൽ നോളജ് മാത്രമല്ല ചെക്ക് ചെയ്യപ്പെടുന്നത്. അവിടെ നമ്മൾ എങ്ങനെയാണ് ആ ആൻസർ പ്രസൻറ്റ് ചെയ്യുന്നത്, ആ ക്വസ്റ്റ്യൻ നമ്മൾ കൃത്യമായി മനസ്സിലാക്കിയിട്ടുണ്ടോ, ക്വസ്റ്റ്യന് തന്നെയാണോ കറക്റ്റായിട്ട് ആൻസർ ചെയ്യുന്നത്, അതിൻ്റെ പ്രസൻറ്റേഷൻ പ്രോപ്പർ ആണോ, അയാൾക്ക് കൺവിൻസിങ് ആവുന്ന രീതിയിൽ അല്ലെങ്കിൽ എക്സാമിനർക്ക് കൺവിൻസിങ് ആവുന്ന രീതിയിൽ ചുരുങ്ങിയ വേർഡിലാണോ അത് എക്സ്പ്രസ് ചെയ്തിട്ടുള്ളത്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്.
കാരണം എന്താണെന്ന് ചോദിച്ചാൽ യൂണിവേഴ്സിറ്റി പരീക്ഷകൾ പേപ്പറിന്റെ കനത്തിനനുസരിച്ചിട്ടാണ് മാർക്ക് നൽകുന്നത്. നമുക്കറിയാം, നമ്മൾ യൂണിവേഴ്സിറ്റി എക്സാംസിൽ ആൻസർ എഴുതുമ്പോൾ പലപ്പോഴും പലരും എഴുന്നേറ്റ് നിന്ന് ഓരോരോ പേപ്പർ മേടിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. കാരണം അതിൽ നമ്മൾ കുറെ എഴുതി പിടിപ്പിക്കാനാണ് ശ്രമിക്കുന്നത്. പക്ഷേ UPSC മെയിൻസ് എക്സാമിന്റെ കേസിൽ നമുക്ക് അങ്ങനെ പേപ്പർ ചോദിച്ച് മേടിച്ച് എഴുതുന്ന ഒരു സിസ്റ്റം അല്ല. ഇതൊരു ബുക്ക്ലെറ്റ് ആണ്. ഈ ബുക്ക്ലെറ്റിൽ ഒരു നിശ്ചിത സ്പേസിൽ നിശ്ചിത സമയത്തിനുള്ളിൽ നിശ്ചിത നമ്പർ ഓഫ് വേർഡ്സിൽ നമ്മൾ ആൻസർ എഴുതി തീർക്കണം. അത് അത്ര എളുപ്പമുള്ള ഒരു ടാസ്ക് അല്ല. അത് ചെയ്യണം എന്നുണ്ടെങ്കിൽ കൃത്യമായ പ്ലാനിങ്ങും കൃത്യമായ അനാലിസിസും അതുപോലെ തന്നെ നമുക്കറിയാവുന്ന കാര്യങ്ങൾ വളരെ ബ്രീഫായിട്ട് കൺസൈസ് ആയിട്ട് എഴുതി പിടിപ്പിക്കാനുള്ള കഴിവും ആവശ്യമാണ്. ഇതാണ് യൂണിവേഴ്സിറ്റി എക്സാമും UPSC മെയിൻസ് എക്സാമും തമ്മിലുള്ള ഡിഫറൻസസ്.